മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഈ സിനിമ നമ്മളിപ്പോൾ 2025 തമിഴ് സിനിമയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം മിഡിൽ ക്ലാസ് ജീവിതം ആധാരമാക്കിയിട്ടുള്ള കുറച്ച് സിനിമകൾ വന്നിരുന്നു. അതിൽ കുടുംബസ്ഥൻ വലിയ വിജയമായിരുന്നു. പിന്നെ ബോട്ടിൽ രാധ, അങ്ങനെ 2-3 സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമ തന്നെയാണ് മിഡിൽ ക്ലാസ്. ഇത് തമിഴ്നാട്ടിലെ പോലെ തന്നെ ഇവിടെയും റിലീസ് ഉണ്ടായിരുന്നു. കൂടുതലും മൾട്ടിപ്ലക്സുകളാണ്, PVR പോലുള്ള മൾട്ടിപ്ലക്സുകളിലാണ് ഷോ ഉള്ളൂ. നോർമൽ തിയേറ്ററുകളൊന്നും ഈ സിനിമ ഇല്ല. പക്ഷേ ഈ സിനിമ വെള്ളി, ശനി, ഞായർ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീക്ക് ഡേയ്സിലേക്ക് സർവൈവ് ചെയ്യാറില്ല. അപ്പോൾ ഈ PVR പോലുള്ള മൾട്ടിപ്ലക്സ് ഷോ ചാർട്ട് ചെയ്യുമ്പോൾ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് തമിഴ് പടങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ കൂടുതൽ പൈസയൊന്നും കൊടുക്കാതെ ഈ PVR പാസ്പോർട്ട് ഉപയോഗിക്കുന്ന, PVR പാസ്പോർട്ട് എന്താണെന്നുള്ളത് ഞാൻ പല പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ അതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഏതായാലും ചെയ്യാം. അപ്പോൾ PVR പാസ്പോർട്ട് ഉപയോഗിച്ച് കുറഞ്ഞ റേറ്റിന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വീക്കെൻഡ്സിൽ തന്നെ കാണാറുണ്ട്. ഇപ്പോൾ ബൺ ബട്ടർ ജാം ആണെങ്കിലും സറണ്ടർ ആണെങ്കിലും പിന്നെ അജ്മൽ അമീറിൻ്റെ അക്യൂസ്ഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഈ അക്യൂസ്ഡ് എന്ന് പറഞ്ഞ പടം കണ്ടവരോട് ഞാൻ നിർത്തി. വെറുതെ ഇത്രയും കൂടുതൽ കാശ് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലുള്ള പടങ്ങൾ കാണേണ്ട ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യം ആളുള്ള സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീക്കെൻഡ് കഴിഞ്ഞ് സിനിമ സർവൈവ് ചെയ്യും. അപ്പോൾ വീക്ക് ഡേയ്സിലേക്ക് വരുമ്പോൾ പാസ്പോർട്ട് ഉപയോഗിച്ച് കാണാം, അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സിനിമ ഈ സംഭവങ്ങളെല്ലാം സർവൈവ് ചെയ്ത് ഇത് വീക്ക് ഡേയ്സിലേക്കും കൂടി വന്നു. PVR പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ആളുണ്ടാവുന്നതുകൊണ്ടാണല്ലോ ഈ സിനിമ ഇങ്ങനെ സർവൈവ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ പോലെ തന്നെ എന്തെങ്കിലും സംതിങ് ഒക്കെ ഉണ്ടാവും. ഞാൻ ട്രെയിലർ കാണാറില്ല. ഞാൻ കാണാത്ത സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയും റിവ്യൂ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഈ സിനിമയ്ക്ക് കയറി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത്രയും, അതായത് അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. കാരണം ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് തമിഴ് സിനിമകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുപോലെ വീക്കെൻഡ് സർവൈവ് ചെയ്ത് വീക്ക് ഡേയ്സിലേക്ക് വരാറില്ല ഒട്ടും ആളില്ലാന്നുണ്ടെങ്കിൽ. മിഡിൽ ക്ലാസ്സിലെ നായകൻ മുനീഷ് കാന്താണ്. മുനീഷ് കാന്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാരണം പുള്ളിക്ക് ആ മുനീഷ് കാന്ത് എന്നുള്ള പേര്, പുള്ളിയുടെ മുഴുവൻ പേര് മുനീഷ് കാന്ത് രാമദാസ് എന്നാണ്. പുള്ളി മുണ്ടാസുപ്പെട്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നിങ്ങൾ മുണ്ടാസുപ്പെട്ടി കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കാണുക. നമ്മളൊക്കെ കുഞ്ഞിരാമായണമൊക്കെ ഇല്ലേ, ആ ഒരു വൈബുള്ള, കുഞ്ഞിരാമായണത്തിനേക്കാളും കുറച്ചും കൂടി എസ്തെറ്റിക്കലി ഒരു രസമുള്ളൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു രസമുള്ളൊരു പടമാണ് മുണ്ടാസുപ്പെട്ടി. അപ്പോൾ കണ്ടു നോക്കുക. ആ പടത്തിൽ ആ മുനീഷ് കാന്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു പുള്ളി. അങ്ങനെയാണ് പുള്ളിയുടെ പേരിൻ്റെ കൂടെ മുനീഷ് കാന്ത് എന്നുള്ളൊരു വന്നത്. ഇപ്പോൾ പുള്ളിനെ രാമദാസ് എന്നൊന്നും ആരും വിളിക്കാറില്ല, മുനീഷ് കാന്ത് എന്ന് തന്നെയാണ് പുള്ളിനെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് ഈ സിനിമയിലെ നായകൻ. പിന്നെ നായിക വിജയലക്ഷ്മിയാണ്. പണ്ട് വെങ്കട്ട് പ്രഭുവിൻ്റെ ചെന്നൈ 28 ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പടമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഹീറോയിനായിട്ട് ഡെബ്യൂ ആയതാണ്. പിന്നെ ജയുടെ കൂടെ ഏതോ പടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പിന്നെ ഇതിൻ്റെ ചെന്നൈ 28 സീക്വൽസിലൊക്കെ കണ്ടാണ്. ഡയറക്ടർ അഗത്യനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ് സിനിമയിൽ ആദ്യമായിട്ട് മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്ന ഡയറക്ടറാണ്. ഈവൻ മണിരത്നത്തിന് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. കാതൽക്കോട്ടയായിരുന്നു സിനിമ. കാതൽക്കോട്ട അജിത്തിൻ്റെ കരിയറിൽ ഭയങ്കര ബ്രേക്കുള്ളൊരു പടമായിരുന്നു. അപ്പോൾ ഈ അഗത്യൻ്റെ മകളാണ് വിജയലക്ഷ്മി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ നീണ്ടു. അപ്പോൾ പടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവർ രണ്ടൊരു മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നു. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കുടുംബം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാൾക്ക്, ഈ പറയുന്ന നായകന്, തൻ്റെ അച്ഛനെ എഴുതി വെച്ച ഒരു വിൽപ്പത്രം പോലുള്ള ഒരു ഇതും പിന്നെ ഒരു കത്തും കിട്ടും. ആ കത്തിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ സൗകാർപേട്ട് ഭാഗത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സേട്ടുമാരെ കാണാൻ പറ്റും തമിഴ്നാട്ടിൽ. അപ്പോൾ ഈ സേട്ടുമാരിലുള്ള പണ്ട് അതുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഇയാളുടെ അച്ഛൻ, അതായത് നായകൻ്റെ അച്ഛൻ പണ്ട് ഏതൊരു സേട്ടിന് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആ ഒരു കത്ത് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ സേട്ട് ഭയങ്കര കാശുകാരനാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം സിനിമയിലുള്ള ക്ലീഷേ പോലെയൊക്കെ നമ്മൾ വിചാരിക്കും, ഓക്കെ ആ സേട്ട് കാണുമ്പോഴേക്ക് ഇറങ്ങി പോടാൻ മറ്റേത് മറിച്ചാണ്, അങ്ങനെയൊന്നും ഇവർ ഹെൽപ്പ് ചെയ്യില്ല എന്ന് വിചാരിക്കുമ്പോൾ ആ ക്ലീഷേ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾക്ക് ഈ തന്നെ ഇത്രയും വലിയ ആളാക്കിയ ആളുടെ മകനാണ് വന്നിരിക്കുന്നതെന്ന് കാണുമ്പോൾ ഈ സേട്ട് 1 കോടി രൂപയുടെ ചെക്ക് നമ്മുടെ നായകന് കൊടുക്കും. അതാണ് ഈ സിനിമയുടെ മെയിൻ ഒരു പ്രെമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 കോടി രൂപയുടെ ചെക്കിൽ സ്വന്തം പേരെഴുതാൻ നായകൻ മറന്നുപോയി. ആ ചെക്ക് മിസ്സാവുന്നതും പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ രസകരമായിട്ടൊക്കെ ആണെന്ന് ഇവർ വിചാരിക്കുന്ന രീതിയിലാണ് പടം പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നായകൻ ഒരു ഭയങ്കര സാധുവായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ഇയാളുടെ ആ ഒരു ചില നേരത്തെ ആ ഒരു സ്വഭാവവും ചില നേരത്തെ പുള്ളിക്കാരൻ്റെ വിഡ്ഢിത്തരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ വരുന്ന രീതിയിലാണ് ഈ ക്യാരക്ടർ, ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് മുനീഷ് കാന്ത്. പുള്ളി അത് കറക്റ്റായിട്ട് ഉണ്ട്. ചില സമയങ്ങളിൽ പുള്ളി ഭയങ്കര പാവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ചില സമയത്ത് പുള്ളി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ അയ്യോ ഇതുപോലത്തെ ഒരു പ്രാന്തം വേറെ ഇല്ല അങ്ങനെ നമുക്ക് തോന്നും.
അപ്പോൾ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു പാർട്ട് ഭാര്യ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മാത്രം പോരാ, ഭാര്യയ്ക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു ചില സമയത്ത് ഈ പടത്തിലെ മെയിൻ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഈ ഭാര്യയെ മാറ്റാമെന്നുള്ള രീതിയിൽ ഭാര്യ ഭയങ്കരമായിട്ട്, അതായത് കാശ് കിട്ടും എന്ന് അറിഞ്ഞിട്ട് കടം മേടിക്കുന്ന രീതിയിൽ, പിന്നെ അങ്ങനെയുള്ള കുറേ, അതായത് കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ കുറേ മെലോ ഡ്രാമ ഈ സിനിമയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്, അതായത് ചെക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതിനകത്താണ്. അതിനകത്തൊക്കെ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ക്യാരക്ടർ രാധാരവി വരുന്നുണ്ട്. അപ്പോൾ രാധാരവിയുടെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, ആ ഒരു പോർഷൻ ഇങ്ങനെ കുറേ പോകുന്നു. അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത, തീർച്ചും അനാവശ്യമെന്ന രീതിയിൽ കുറേ റൺ ടൈം കളയുന്ന രീതിയിൽ നല്ല ബോറിംഗ് ആയിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് പോകുന്നത്. ഇതിൻ്റെ ഒരു ചെക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഓക്കെ, ഇത്രയും പാവമായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന് ഇയാളോട് യാതൊരുവിധ ഇമോഷനും നമുക്ക് തോന്നുന്നില്ല. കാരണം ഇയാൾ ഇതുപോലത്തെ ഒരു മണ്ടനാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഈ സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു ആഖ്യാനം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നരേഷൻ്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിൻ്റെ ആണോ എന്ന് അറിയില്ല. ടൂറിസ്റ്റ് ഫാമിലി ഒന്നുമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയറിങ് ആയിട്ടുള്ള, അതായത് ഈ സിനിമ എപ്പോൾ തീർന്നു കിട്ടും എന്നുള്ളൊരു അങ്ങനെ വിചാരിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിലും ഒട്ടും എഫക്റ്റീവ് അല്ല. പിന്നെ കാശ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരം, അതായത് ഇവർ ഭയങ്കര സിനിമാറ്റിക് ആണല്ലോ. തമിഴ് സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്ന നായകൻ, കൃഷിക്കാരെ സഹായിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു എന്തോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സിനിമ. പിന്നെ ഇതുപോലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കാളി വെങ്കട്ടിനായിരിക്കും. കാളി വെങ്കട്ട് ഒരു ക്യാമിയോ പോലെയാണ്, അതായത് കൂട്ടുകാരനാണ് നായകൻ്റെ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ബിയർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോം വിളിക്കുന്ന ഒരു ക്യാരക്ടർ, നാട്ടിലുള്ള ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പല നാടുകളിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്ന, ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമുള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാം സ്വന്തം നാടുണ്ടാവും. ആ സ്വന്തം നാട്ടിലൊരു കൂട്ടുകാരനുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡിൽ ഈ കൂട്ടുകാരനെ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ ആ ഒരു ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് റിയാലിറ്റിയൊക്കെ ഇപ്പോൾ പടത്തിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ പടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് അത്ഭുതമാണ് ഈ പടം എന്തുകൊണ്ട് ഈ വീക്കെൻഡ് സർവൈവ് ചെയ്ത് എങ്ങനെ വീക്ക് ഡേയ്സിലേക്ക് എത്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിഡിൽ ക്ലാസ് എന്നാണ് പേര്, പക്ഷേ ഭയങ്കര ടയറിങ് ആയിട്ടുള്ള സിനിമയായിരുന്നു. സത്യത്തിൽ ഈ പടം എപ്പോൾ തീരുമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലൊന്നും അങ്ങനെ എടുത്ത് നോക്കാത്ത ആളാണ്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ആ രീതിയിലാണ് വലിച്ചു കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ക്രൂഷ്യൽ മൊമെൻ്റാണ് അത്. ഒരു വലിയ പണക്കാരൻ നായകന് ചെക്ക് കൊടുക്കുന്നു. ചെക്ക് കൊടുത്തിട്ട് ചെക്കിൽ പേരെഴുതില്ല, എന്താണ് രാഹുകാലോ എന്തോ നല്ല സമയത്ത് ചെക്കിൽ പേരെഴുതാൻ വേണ്ടി നിൽക്കുന്ന അതുപോലത്തെ ഒരു പൊട്ട നായകനാണ്. ചെക്ക് കൊടുത്ത ആൾ മരിച്ചും പോകുന്നു. അപ്പോൾ ഈ പേരെഴുതാത്ത ചെക്ക് നഷ്ടപ്പെട്ടു പോയി എന്ത് പറ്റും? വേറെ ആരെങ്കിലും ആ പേരെഴുതിക്കൊണ്ട് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെക്ക് പാസ്സായി കഴിഞ്ഞാൽ കാശ് പോയില്ലേ? അപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതുണ്ടല്ലോ. ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രില്ലർ രീതിയിലൊക്കെ, അതായത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ. ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ഇവർ നൽകിയിരിക്കുന്നത് മുഴുവൻ വളരെ ഗൂഫി ആയിട്ടുള്ള അങ്ങനെയുള്ള കുറേ സീക്വൻസ്. കോമഡി എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കോമഡി ആണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള കോമഡീന്ന് എന്ത് പറയും? അപ്പം അങ്ങനെയുള്ളൊരു ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്. ഈ സിനിമ കുറച്ച് കഴിയുമ്പോൾ OTT-യിലൊക്കെ വരും. അപ്പോൾ OTT വരുമ്പോൾ കാണാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സിനിമകളുണ്ടല്ലോ, ആ സിനിമ ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരോടെങ്കിലൊക്കെ വർത്താനം പറയാം, മൊബൈൽ ഫോണിൽ നോക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ആ കഥയിൽ എന്തെങ്കിലുമൊക്കെ കഥ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഭൂരിഭാഗം സമയത്തും ഈ പടത്തിലേക്ക് ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് പോലെ 2-3 ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയം മുഴുവൻ ഫില്ലർ സീൻസും ബാക്കി അനാവശ്യമായിട്ടുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ചില സിനിമകളില്ലേ, ആ സിനിമകളിൽപ്പെട്ട ഒരു സിനിമയാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഈ സിനിമ.